ഹലോ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ്. ഈ ട്രിപ്പിനെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിപ്പ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ബിക്കോസ് ഇതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. ട്രിപ്പിന് 2-3 ആഴ്ച മുമ്പ് തന്നെ രണ്ടുപേര് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കേട്ടോ. എവിടെ നിന്നാണ് പോകേണ്ടത്, എപ്പോഴാണ് ഇറങ്ങേണ്ടത്, അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. പ്ലാനിങ് ഒക്കെ അതിഗംഭീരമായിരുന്നു. ഒരു കാര്യം ഒഴിച്ച് ഞങ്ങൾ പെട്രോൾ അടിക്കാൻ മറന്നതല്ല, പോണ വഴിയിൽ എവിടുന്നെങ്കിലും പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കാനാണ് വിചാരിച്ചിരുന്നത്. ഞങ്ങൾക്ക് 253 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാനുണ്ട് ആ പോർട്ടിലേക്ക് എത്തിച്ചേരാൻ. അവിടുന്ന് ഫെറിയിലാണ് ഞങ്ങൾ ഈ ഡെൽമ ഐലൻഡിലേക്ക് പോകുന്നത്. കുറേ അങ്ങ് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അബദ്ധം മനസ്സിലായത്. ഇനി അടുത്ത് പെട്രോൾ പമ്പ് ഉള്ളത് 75 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. ഞങ്ങളുടെ വണ്ടിയിലാണെങ്കിൽ 25 കിലോമീറ്റർ ഓടാൻ മാത്രമുള്ള പെട്രോളേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈം 4 o'clock ആയിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മനസ്സിലൊരു 100 വട്ടം ഉറപ്പിച്ചു, ഒരു പ്ലാനും നടക്കാൻ പോകുന്നില്ല, ഈ ട്രിപ്പ് ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്യുകയാണ്, നമുക്ക് തിരിച്ചു പോകാമെന്ന്. അപ്പോഴാണ് ചേച്ചി പറയുന്നത് 35 കിലോമീറ്റർ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടെന്ന്. പുറകോട്ടൊന്ന് തിരിയാൻ ഒരു യൂ ടേൺ കിട്ടാൻ വേണ്ടി വീണ്ടും ഓടി ഞങ്ങൾ കുറേ കിലോമീറ്റേഴ്സ്. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു, ഇന്ന് ഈ വണ്ടി കൊണ്ട് ഞങ്ങൾ വഴിയിൽ കിടക്കും, ഏതെങ്കിലും പോലീസുകാർ വന്ന് കാണും, ഞങ്ങൾക്ക് ഫൈൻ കിട്ടും. എങ്കിലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. മാക്സിമം ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബൂതു ഞങ്ങളെ സേവ് ചെയ്തു. ഞങ്ങൾ പെട്രോൾ പമ്പിലെത്തി, പെട്രോൾ അടിച്ചു, വീണ്ടും ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അങ്ങോട്ട് നോക്കി, എത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ പ്ലേസ്. ചുറ്റും നീല കടൽ മാത്രം. അത്രയും ടെൻഷൻ അടിച്ച് ഓടിയെത്തിയതിന് ഒരുപാട് വെറുത്തായിരുന്നു ഈ പ്ലേസ്. അങ്ങനെ ഞങ്ങളുടെ ബൂതുവിനെ ഫെറിയിലേക്ക് കയറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ജബൽദാന പോർട്ടിൽ നിന്ന് ഡെൽമ ഐലൻഡിലേക്ക് 2 മണിക്കൂർ യാത്രയാണ്. ഫെറിയിലേക്ക് ഒരുപാട് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ കയറ്റാനുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് സെക്യൂരിറ്റീനെ ടിക്കറ്റ് കാണിച്ചിട്ട് കയറാൻ പറ്റുമായിരുന്നു. നമ്മുടെ വണ്ടി കൊണ്ടുകൊണ്ടിട്ട് അത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യണമായിരുന്നു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ടൈം. അതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്ന ഫെറി. നമ്മുടെ വണ്ടിയാണ് കുറച്ച് മുമ്പോട്ട് എടുത്തിട്ട് ഫെറിയിലേക്ക് കയറ്റാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ. ഫെറിയിൽ കയറിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് മേളിലുള്ള ഓപ്പൺ ഏരിയയിലേക്കാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ സീയുടെ വ്യൂ ഒക്കെ കാണാൻ കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളാണ്. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. താഴെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. അവിടെ എയർ കണ്ടീഷൻ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ലേഡീസിന് സെപ്പറേറ്റ് സീറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഈ ഓപ്പൺ ഏരിയയിൽ ഇരിക്കാനാണ് കേട്ടോ. നോക്കി ഈ കടൽ എത്ര ഭംഗിയാണെന്ന്. കണ്ണെത്താ ദൂരത്തോളം ഈ കടലിലേക്ക് നോക്കി തണുത്ത കടൽക്കാറ്റൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ മൈൻഡ് ഭയങ്കരമായിട്ട് റിഫ്രഷ് ആകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ 2 മണിക്കൂർ യാത്ര സമയം പോരെ അറിഞ്ഞില്ല. ഞങ്ങളൊരു ഈവനിങ്ങോടെ ഡെൽമ ഐലൻഡിലെത്തി. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോയത് ഒരു ബീച്ചിലേക്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ആ ബീച്ചിലെ മണൽത്തരികൾ അത്രയും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തിളങ്ങാണ് കേട്ടോ. ഞാനെൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനൊരു ബീച്ചിൽ പോയിട്ടില്ല. എനിക്കിത് ഭയങ്കര യുണീക്കായിട്ട് തോന്നി. ആ ബീച്ചിന് എന്തോ ഭയങ്കര പ്രത്യേകതയുള്ളതായിട്ട് എനിക്ക് തോന്നി. ചുറ്റും കരിമണലാണ് കേട്ടോ. ആ കരിമണലാണ് ഇങ്ങനെ രാത്രിയിലൊക്കെ ലൈറ്റ് അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തിളങ്ങണത്. ഈ ലൈറ്റ് ഇല്ലാഞ്ഞിട്ട് കൂടി ആ മൂൺ ലൈറ്റിൽ അത് ഭയങ്കരമായിട്ടൊരു പ്രകാശം ചുറ്റും നൽകുന്നുണ്ട്.
ഞങ്ങൾ ആ ബീച്ചിൽ അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. അവിടെ ടെൻ്റൊക്കെ ഇട്ടു, ഫുഡൊക്കെ കുക്ക് ചെയ്തു കേട്ടോ. ഞങ്ങൾ ലൈവായിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്തു. കുറേ സമയം ഇവിടെ ഇരുന്നതിന് ശേഷം ഒത്തിരി രാത്രിയായി. ചുറ്റും ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. സോ അത്ര സേഫ് ഒന്നുമല്ല ഒറ്റയ്ക്ക് അങ്ങനെ പോയി അവിടെ നിൽക്കാന്നുള്ളത്. അത് പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ ടെൻ്റൊക്കെ ഇട്ട് സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് ഓവർനൈറ്റ്. പക്ഷെ അത്ര പരിചയമില്ലാത്ത പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അക്കോമഡേഷൻ എടുത്ത് മാറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ രാത്രിയിൽ ഒരു അക്കോമഡേഷൻ കണ്ടുപിടിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ഗൈസ്, നിങ്ങൾ പ്രേതാലയം കണ്ടിട്ടുണ്ടോ? ഇതാണ്. ഇതൊരു പഴയ അറബി വീടാണ് കേട്ടോ. ഒരു വലിയ വീട്, 4-5 ബെഡ്റൂംസൊക്കെ ഉണ്ട്. അവിടെ ആരും വേറെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ റൂം എടുത്ത ആൾ ഞങ്ങളെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ആൾ പോയി. ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി കണ്ടിട്ട്. ഇത് ഓരോ ഒച്ച അനക്കം ഒന്നുമില്ല, ഒരു വിജനമായൊരു സ്ഥലം. അവിടെ അങ്ങനെ പോഷ് അക്കോമഡേഷൻസ് അങ്ങനെയൊക്കെ കിട്ടാൻ വലിയ പാടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പ്രീ ബുക്കിംഗ് ഒക്കെ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതന്നെ കിട്ടിയത് വലിയ ഭാഗ്യം എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് ആ ഏരിയ ആയിട്ട് വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ നല്ല നല്ല പാവ ആളുകളാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് രാവിലെ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ആ വീടും പരിസരമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പുറത്തേക്കൊക്കെ പോകാമെന്ന് വെച്ചാൽ ഇറങ്ങുകയാണ്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതാണ് അവിടെ പുറത്ത്. അവിടെ ചുറ്റും അറബി വീടുകളാണ് കേട്ടോ. പുറത്തേക്കൊന്നും ആരെയും കാണാനൊന്നുമില്ല. വലിയ വലിയ വീടുകളാണ് എല്ലായിടത്തും ഉള്ളത്. അവിടെ 2 പേര് അറബിയുടെ ഗാർഡനിൽ കയറി കുറച്ച് പഴങ്ങളൊക്കെ പറിക്കാനുള്ള പരിപാടിയാണ്. ഞാനപ്പോൾ അവർ ചീത്ത വിളിക്കും എന്നൊക്കെ പറഞ്ഞ് അവരോട് തമാശ പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ.
നമ്മൾ കീയൊക്കെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് തിരിച്ചു പോകാൻ ഇറങ്ങുകയാണ്. നമ്മളങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻഡ് ഒന്നും അല്ല കേട്ടോ, കുറച്ച് അടിപൊളി ബീച്ചസൊക്കെ കാണണം, നല്ല കുറച്ച് പിക്ചേഴ്സൊക്കെ എടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. നല്ല തിരമാല തുടങ്ങുന്നുണ്ട് കേട്ടോ, കണ്ടോ പുറകെ പുറകെ തന്നെ.
അങ്ങനെ വീണ്ടും വണ്ടി എടുത്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് കടലിന് നടുവിൽ എന്തോ ഒരു സാധനം പൊങ്ങി കിടക്കുന്ന കണ്ടത്. അപ്പോൾ ചേട്ടനും ഏട്ടനും ഒക്കെ പറയണ്ടായി അതെന്തോ കടലിലെ ജീവിയാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളങ്ങനെ എക്സൈറ്റഡ് ആയി. അപ്പോൾ ഒരു വെയിലത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അതിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അവർ ഞങ്ങളെ അതിവിദഗ്ധമായിട്ട് പറ്റിക്കുകയായിരുന്നെന്ന്. അത് ജീവിയൊന്നും ആയിരുന്നില്ല, അത് കടലിന് നടുവിലൊരു പാറ പൊങ്ങി നിന്നിട്ട് അതിൻ്റെ മുകളിലിങ്ങനെ വേവ്സ് വന്ന് ഒഴുകി പോകുമ്പോൾ അത് മൂവ് ആവുന്ന പോലെ തോന്നുന്നതായിരുന്നു. ഞങ്ങളുടെ ഈ ട്രിപ്പ് ഒരു നോമ്പ് സമയത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഓപ്പൺ ആയിരുന്നില്ല. ആകെ ഈവനിങ് ഒക്കെ നോമ്പ് വീടുന്ന ടൈമായിരിക്കും റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ആകുക. അപ്പോഴാണ് ഫുഡ് എന്തെങ്കിലും കിട്ടുക. എന്തെങ്കിലും ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറാമെന്ന് വെച്ചാൽ അത് ഒരു ഐലൻഡ് ആയതുകൊണ്ട് അങ്ങനെ വലിയ സൂപ്പർ മാർക്കറ്റ്സ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ മാഗിയായിരുന്നു. അങ്ങനെ സമയം പൊഴുതേ അറിഞ്ഞില്ല. നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഫെറിയുടെ ഉൾഭാഗം. തിരിച്ചുള്ള യാത്രയിൽ മുഴുവനും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആ കടലിൽ നിറയെ ഡോൾഫിൻസ് ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഒരു ഡോൾഫിനെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കി, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് എവിടുന്നോ കണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ഡെൽമ ഐലൻഡിനോട് യാത്ര പറഞ്ഞു. ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു യാത്രയായിരുന്നു ഇത്.